MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. ചക്കക്കുരു കൊണ്ട് വളരെ ടേസ്റ്റി ആയ ഒരു പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി 400 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതൊരു 40 ചക്കക്കുരു ഉണ്ട്. ഇതിന്റെ പുറമേയുള്ള ഈ വെളുത്ത തോടൊന്ന് കളഞ്ഞെടുക്കാം. ഇതിന്റെ ഈ ബ്രൗൺ കളർ കളയണമെന്നില്ല. തോടൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതിൽ ഞാൻ ഒരു 1/2 കപ്പ് ചവ്വരി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളമെടുത്ത് നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും ചവ്വരി വെന്ത് കിട്ടാൻ. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ചവ്വരി വെന്ത് കഴിയുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരും. ഇത് ഈ അരിപ്പയിലേക്ക് ഊറ്റിയെടുത്ത് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ചക്കക്കുരു വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ആറിയതിന് ശേഷം അരച്ചെടുക്കണം. ഇനി ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഇപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പായസത്തിനായി വേണ്ടത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 2 ടേബിൾ സ്പൂൺ കിസ്മിസ്, 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ്, 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 3 ടേബിൾ സ്പൂൺ നെയ്യ്, തേങ്ങാപ്പാൽ. ഒരു വലിയ തേങ്ങയിൽ നിന്നും 1 കപ്പ് ഒന്നാം പാലും 2.5 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ നന്നായി ആറിയിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യൊഴിച്ച് ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ കിസ്മിസ് കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ചക്കക്കുരു അരച്ചത് ചേർക്കാം. രണ്ട് 3 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ നെയ്യിൽ ഇത് നന്നായി വഴന്നു വരണം. ഇനി ശർക്കര മെൽറ്റാക്കിയതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ചു വരണം. ഇനി രണ്ടാം പാൽ ചേർക്കാം.
രണ്ടാം പാലും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർക്കാം. ചവ്വരി ഇടുമ്പോൾ ഇത് കട്ടയായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് ഉതിർന്നു പോകുന്നുള്ളൂ. ഇത് നല്ലപോലെ കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒന്നാം പാൽ കൂടി ചേർക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ചക്കക്കുരു പായസം ഇപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തതും കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയ ഒരു പായസമാണിത്. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.